നമുക്കിന്നൊരു വാളമീൻ കറി ഉണ്ടാക്കിയാലോ? അതും നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള വാളമീൻ. അപ്പോൾ വാളമീൻ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതായത് ഇതിൻ്റെ തോല് നന്നായിട്ട് ഉരിച്ച് കളഞ്ഞ് നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രമേ നമ്മുടെ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന വാളമീൻ എന്ന് പറയുന്നത് ഒരു 1.25 കിലോളം കേട്ടോ. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉലുവയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില തുടങ്ങിയ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ശരിക്കിനൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു ഗോൾഡൻ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലോട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. ഇവിടെ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കുടംപുളി ചേർത്ത് കൊടുക്കണുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മീൻകറിയുടെ കുടംപുളി ഞാൻ കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നുണ്ട്. ആ കുടംപുളിയാട്ടോ ഈ കാണുന്നത്. കുടംപുളിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ലേശം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഈ 3 പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം നമ്മുടെ സാദാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് പുളിയൊക്കെ തിളച്ച് അപ്പോൾ ഈ പുളി പെട്ടെന്ന് ഈ മീൻകറിയിലോട്ട് ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ, നന്നായിട്ട് ചൂടായി ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു മുറിയോളം തേങ്ങയാട്ടോ എടുത്തേക്കണേ. ഈ തേങ്ങയിൽ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. വേറൊന്നും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ തേങ്ങ മാത്രം എടുക്കുക. ഇനി തേങ്ങ അരയുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തേങ്ങ അരഞ്ഞ് കിട്ടുന്നതിനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ആ വെള്ളം ചേർത്ത് കൊടുത്ത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് ആദ്യം അരച്ചെടുക്കുന്ന പാല് 1-ാം പാല് മാറ്റി വയ്ക്കുക. വീണ്ടും നമ്മൾ ഈ തേങ്ങ ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്ത് അതിൻ്റെ 2-ാം പാലെടുക്കുക. ഇപ്പം ഞാനിവിടെ ചേർക്കാൻ പോണത് നമ്മുടെ 2-ാം പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആദ്യം മൂടി വെച്ച് നമ്മുടെ ആ ഒരു മസാല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ 2-ാം പാല് ചേർത്ത് കൊടുക്കുക. 2-ാം പാല് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് ചെറുതായിട്ട് ചൂടായി എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മുടെ വാളമീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട്. ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ മീൻ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 5 to 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വാളമീൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, നമ്മൾ 2-ാമത്തെ തേങ്ങാപ്പാൽ മാത്രമാണ് ഈ മീൻ വേകുന്നതിന് വേണ്ടി ഒഴിച്ചിട്ടുള്ളൂ. ഇനി ആദ്യം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലുണ്ട്. ആ തേങ്ങാപ്പാൽ നമുക്കിനി ഈ മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ വേവിക്കാം. ഇനി അത് വേണ്ട അപ്പം തന്നെ സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ
ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ഡിയൻകുട്ടൻ വന്ന് മണത്ത് വെക്കണമുണ്ടോ. കാരണം ഈ ഒരു മീൻകറിക്ക് നല്ലൊരു മണമുണ്ട് കേട്ടോ. പണ്ടുള്ള ആൾക്കാർ പറയും നമ്മുടെ മീൻകറിക്കായാലും എന്ത് കറികൾക്കായാലും ഉപ്പും മുളകും നന്നായിട്ട് ചേർന്നിട്ടുള്ളൊരു കറിയാണെങ്കിൽ അതിനൊരു മണം ഉണ്ടാവും എന്ന് പറയും. അപ്പം നമുക്ക് ആ മണത്തിൽ നിന്നറിയാം നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ ചേർന്നിട്ടുണ്ടോയെന്ന്. അപ്പം നമ്മുടെ കുട്ടി ഷെഫ് വന്നിട്ട് നമ്മുടെ മീൻകറി ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആൾക്ക് നമ്മുടെ മീൻകറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നോട് വീണ്ടും വീണ്ടും വാങ്ങി ചോദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നേ. കാരണം നമ്മൾ ഈ മീൻകറിയിൽ അധികം എരിവൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മീൻകറി കഴിക്കാനായിട്ട്. ഇപ്പം തന്നെ നമ്മുടെ മീൻകറി ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. അല്ല ഇനി ഇത് കുറച്ച് നേരം കൂടി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മീൻകറി നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ അതിങ്ങനെ കഴിക്കാം. ഇനി അല്ല നമ്മുടെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, കപ്പയുടെ കൂടെയാണെങ്കിൽ പറയേ വേണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വാളമീൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ചത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട്